സ്വകാര്യ സ്കൂളിനുള്ളിൽ ലഹരി മരുന്ന് ഉൽപാദന കേന്ദ്രം കണ്ടെത്തി ഹൈദരാബാദ് പോലീസ്. സ്കൂളിലെ 2ാം നിലയിലാണ് സ്കൂൾ ഉടമയുടെ നേതൃത്വത്തിൽ ലഹരി നിർമ്മാണം നടന്നിരുന്നത്. സ്കൂൾ ഉടമ മലേല ജയപ്രകാശ് ഗൌഡ് ഉൾപ്പെടെ 3 പേർ പിടിയിലായി. 7 കിലോ അൽപ്രാസോലമയടക്കം ഈഗിൾ ടീം പിടികൂടിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. നഴ്സറി മുതലുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ കാഴ്ചകളാണിത്. താഴെ പഠനം നടക്കുമ്പോൾ മുകളിൽ ലഹരിമരുന്നുണ്ടാക്കലാണ് സ്കൂൾ ഉടമയുടെ പണി. രഹസ്യവിവരത്തെ തുടർന്നെത്തിയ ഹൈദരാബാദ് പോലീസിന്റെ ഈഗിൾ സംഘം സ്കൂളിന്റെ 2ാം നില പരിശോധിച്ചപ്പോൾ ഞെട്ടി. പുസ്തകം കൊണ്ട് നിറയേണ്ട ക്ലാസ് മുറികളിൽ 7 കിലോ അൽപ്രാസോലം ഗുളികകൾ, കൂടെ ലഹരിമരുന്ന് നിർമ്മാണ ഉപകരണങ്ങളും അസംസ്കൃത രാസവസ്തുക്കളും. 21 ലക്ഷം രൂപയും ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. പിന്നാലെ സ്കൂൾ ഉടമ മലേല ജയപ്രകാശ് ഗൌഡും 2 സഹായികളും പിടിയിലായി. കഴിഞ്ഞ 6 മാസമായി ഇവർ സ്കൂളിൽ വെച്ച് ലഹരി മരുന്നുണ്ടാക്കുകയാണെന്നാണ് കണ്ടെത്തൽ. സ്കൂളിന്റെ 2ാം നിലയിലേക്ക് കുട്ടികൾക്ക് പ്രവേശനമില്ല. രാത്രികളിലാണ് ലഹരി മരുന്നുണ്ടാക്കുന്നത്. ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും ഇത് പുറത്തെത്തിക്കും. സ്കൂളിലെ മറ്റാർക്കൊക്കെ ഇക്കാര്യം അറിയാമെന്ന അന്വേഷണത്തിലാണ് ഈഗിൾ ടീം. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.